ഹായ്. ഇന്ന് എത്രയാ? 2/5/2025 ട്രേഡാണ് പറയുന്നത് നിഫ്റ്റീൻ്റെ. ഇത് വൃത്തികെട്ട ദിവസമായിരുന്നു ഗെയ്സ്, ഒന്നും പറയാനില്ല. രാവിലെ തന്നെ ഒരു 39-40 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഇപ്പ് തന്നിട്ടുണ്ടായി. 10:30 വരെ ഞാൻ ഇപ്പോഴും ട്രേഡ് എടുക്കാറില്ല, കാരണം നിഫ്റ്റി ആ ടൈമിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറേ നാളങ്ങനെ നല്ല ലോസ് ആക്കിയിട്ടുണ്ടായി, പിന്നെ നിർത്തി. ഇപ്പോൾ അതുകൊണ്ട് 10:30 ശേഷം എപ്പോഴും ട്രേഡ് കയറാറ്. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, ഫ്രഷ് എൻട്രി ആണ് എപ്പോഴും. നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് നിഫ്റ്റി 35 പോയിൻറ്റ് ഗ്യാപ്പ് ഇപ്പ് വന്നു. CPR ലെവലിൽ സപ്പോർട്ട് എടുത്തു. നേരെ ഒരു ക്യാൻഡിൽ വന്നു, ജസ്റ്റ് ഒരു ഒരു കൺസോൾട്ടേഷൻ പോലെ തന്നുകൊണ്ടോ. ഈ സോൺ ജസ്റ്റ് കൺസോൾട്ടേഷൻ തന്നു. നിഫ്റ്റി S3 എടുത്തു, സപ്പോർട്ട് എടുത്ത് പൊന്തി കണ്ടോ. അതൊറ്റ നല്ല റാലി ആയിരുന്നു. കോൾ എടുക്കേണ്ടവർക്ക് നല്ലൊരു പ്രോഫിറ്റ് അവിടെ നിന്നാക്കായിരുന്നു. സോ ഈ ഒരു സോണിലെത്തിയിട്ട് നിഫ്റ്റി നല്ലൊരു കൺസോൾട്ടേഷൻ ഫോം ചെയ്തു, ഒരു അപ് ട്രെൻഡ് ഉണ്ടായ. ബട്ട് ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടായില്ല. എന്തായാലും ഡൗൺ ട്രെൻഡാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായത്. CPR ഈ ലെവലിൽ തന്നെ ഉണ്ടായത്. സോ വെയിറ്റ് ചെയ്തു. ബട്ട് അപ്പോൾ എൻ്റെ മൈൻഡ് എന്താ ഉണ്ടായത്, ജസ്റ്റ് ഒരു അപ് ട്രെൻഡ് ഫോളോ ചെയ്യും, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് റീബൗണ്ട് പോലെ ഉണ്ടാവും, അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ കാണിച്ചുതരാം, എൻ്റെ എൻട്രി എവിടെയെന്ന് കാണിച്ചുതരാം. ഉണ്ടോ ഈ 200 EM ഉണ്ടോ? ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ ഉണ്ടായില്ല. ഡയറക്റ്റ് ഒറ്റ പോക്കായിരുന്നു പോയത്, നേരെ താഴോട്ട് പോയി. അത് എടുത്തത് ഡീപ്പ് OTM ആയിരുന്നു എടുത്തത്. 24,650 സംതിങ് എടുത്തിട്ടുണ്ടായത്. ജസ്റ്റ് OTM, കുഴപ്പമില്ല, ഫ്രഷ് എൻട്രി ആയതുകൊണ്ട് എടുത്തതാണ്. ബട്ട് എത്ര 100-നെടുത്തു, ആവറേജ് ചെയ്തത് 75-72 റേഞ്ച് എത്തിച്ചിട്ടുണ്ടായി. അപ്പോഴെന്താ, നമ്മളെ വ്യൂ ബുള്ളിഷ് ആയിരിക്കും, മാർക്കറ്റ് എന്തായാലും റീബൗണ്ട് തരും, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനാണ് എടുത്തത് തന്നെ. CPR എന്തായാലും ഒരു റിജക്ഷൻ ഉണ്ടായി എക്സ്പെക്റ്റ് ചെയ്തു. ചെറിയൊരു പോയിന്റ് കയറി, ഞാൻ എന്നാലും എക്സിറ്റ് ആയിട്ടുണ്ടായില്ല. നേരെ 220 EM എടുത്തു, റെസിസ്റ്റൻസ് ആക്കി എടുത്ത് നേരെ തന്നെ ട്രെൻഡ് ഫോളോ ചെയ്തു, ഡൗൺ ട്രെൻഡ്. സോ അവിടുന്ന് കറക്റ്റ് പെട്ടുപോയ. പക്ഷെ ഓക്കെ, വ്യൂ കറക്റ്റ് ആയിരുന്നല്ലോ, എന്തായാലും ബുള്ളിഷ് ഉണ്ടാവും. നേരെ മാർക്കറ്റ് ഇവിടെ എത്തി. ഞാൻ അപ്പോഴത്തേക്ക് ഈ ഒരു സോൺ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്തു ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ. കാരണം ഇവിടെ നല്ല പോയിന്റ് ഉണ്ടായി. സോ ഫ്രഷ് ആയിട്ട് ഈ കോൾ എടുക്കാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ കോൾ എടുത്ത്. സോ അത്യാവശ്യം ഓൾമോസ്റ്റ് എത്രയാണ് 6,000 ലോസ് ഉണ്ടായി. ഞാൻ 1,000 ലോസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായി ഈ ടൈമിൽ. സോ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് ഈ സമയത്ത് ഉണ്ടായത്, മാർക്കറ്റ് കണ്ടവർക്കറിയാം. സോ എന്താ മോർണിംഗ് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ ഈ S3 തന്നെ ഇവിടെ മെയിൻ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. സോ CPR അഗെയിൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഈ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ഗൈസ്.